ഡോക്ടർ വേണുജി നായർ, അങ്ങ് നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി അവസാനം പറഞ്ഞു വെച്ച ഒരു വരിയുണ്ട്, ഭൂമിക്ക് താങ്ങാനാവാത്ത സ്ഥിതി എന്ന്. നോക്കൂ, ഈ പെയ്യുന്ന മഴയൊക്കെയും താങ്ങി നിർത്താൻ കുന്നുകളില്ല, ആഴ്ന്നിറങ്ങാൻ കുളങ്ങളില്ല, വയലുകളില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ചതുപ്പു നിലങ്ങളൊക്കെ നികത്തുന്നു. കാട് എന്തവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ വരുത്തി വെച്ചതോ ഭൂമിക്ക് താങ്ങാനാവാത്ത ഈ അവസ്ഥ. ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പുള്ള ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്ന് വിലപിക്കലല്ല വേണ്ടത്, ആ പുഴ ഇവിടൊക്കെ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയലാണ്. അതാണല്ലോ കെട്ടിപ്പൊക്കിയ ഇടങ്ങളിലൊക്കെ രണ്ട് വശങ്ങളിലൂടെയും ഇരമ്പിയാർത്ത് വെള്ളം വരുന്നത്. നമ്മൾ വരുത്തി വെച്ചതോ? കൃഷ്ണരാജ്, തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫിനോമിന, ഇപ്പം മൺസൂണിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് അത് തന്നെ പറയാം. മൺസൂണിൻ്റെ ഒരു ടെലികണക്ഷൻസ് ലോങ്ങർ ഇതിൽ ഒരു റീജിയണൽ സ്കെയിലിൽ മാത്രമല്ല, ഒരു മൈക്രോ സ്കെയിലും മാക്രോ സ്കെയിലും എല്ലാം ഉണ്ട്, യാതൊരു സംശയമില്ല അതിനകത്ത്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് ഇപ്പം നമുക്ക് ഇരട്ടിയായി. നമ്മുടെ ഈ കാർബണിൻ്റെ റേറ്റ് ഇരട്ടിയായി, ഈ 13-ന് ശേഷം ഇരട്ടിയായി കഴിഞ്ഞു. ഈ റേറ്റ് ഇങ്ങനെ കൂടുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആന്ത്രോപോജനിക് എമിഷൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പം ഞാൻ 1998 ഒരു ക്യാരിങ് കപ്പാസിറ്റി സ്റ്റഡി ഇവിടെ കൊച്ചിയിൽ, ഗ്രേറ്റർ കൊച്ചിൻ റീജിയൻ, അതായത് കൊല്ലം തൊട്ട് തൃശ്ശൂർ വരെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിരിക്കുന്ന, അന്ന് തന്നെ കേരളത്തിലെ അവസ്ഥ ക്യാരിങ് കപ്പാസിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. കാര്യം ഇവിടുത്തെ ലൈൻ സോഴ്സുകൾ, അതായത് വണ്ടികൾ, ഏരിയ സോഴ്സുകൾ, പോയിൻറ്റ് സോഴ്സുകൾ, ഫാക്ടറികളിൽ നിന്നുള്ള ഔട്ട്ലെറ്റുകൾ, ഇതെല്ലാം അന്ന് തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പം ഈ 2026 ആയപ്പോൾ കൊച്ചി പോലുള്ള ഒരു നഗരത്തെ സംബന്ധിച്ച് തന്നെ നോക്കി, അതിൻ്റെ ലൈൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ലൈൻ സോഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ട്രാഫിക്കുകളെയാണ്. ട്രാഫിക്കിൽ നിന്നുള്ള എമിഷൻ തന്നെ നോക്കിക്കേ, അതിഭയങ്കരമായ എമിഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വശത്ത് ഈ ഇതിനെക്കുറിച്ച് നിർത്തുന്നതിനെക്കുറിച്ച്, കാർബൺ കൺട്രോൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറയും, മറുവശത്ത് നമ്മുടെ ലക്ഷറികൾ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാകാത്തൊരവസ്ഥയും വരുന്നു. പക്ഷേ പ്രകൃതി നമ്മളെ കൊണ്ട് അതിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കും. കാര്യം 2 വർഷം നമുക്ക് കൃത്യം അറിയാം, ഒരു മുറിക്കകത്ത് നമ്മൾ നിൽക്കേണ്ടി വന്നു ഒരു വൈറസിനെ പേടിച്ച്. ആ അവസ്ഥ ഒരു പ്രകൃതിക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് റിവേർട്ട് ചെയ്യാൻ പ്രകൃതിക്ക് ഒരു സെക്കൻഡ് മതി. കാര്യം നേച്ചറിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റൂളാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. പ്രകൃതിക്ക് ഇതിനെ ഈ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, പ്രകൃതി അത് അഡ്ജസ്റ്റ് ചെയ്യും. ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്ന അതിതീവ്ര മഴയും അതിതീവ്ര ഹറിക്കെയിൻസും സൈക്ലോൺസും ഹീറ്റ് വേവ്സും കോൾഡ് വേവ്സും എല്ലാം ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ ഇത്തവണത്തെ ഹീറ്റ് വേവ് കണ്ടില്ലേ, 50 ഡിഗ്രിക്കടുത്ത് സെൻട്രൽ ഇന്ത്യ വരെ വന്നു കഴിഞ്ഞു. യൂറോപ്പ് മുഴുവൻ കത്തിയമരുന്നു. അതീവ ശക്തമായ ഹീറ്റ് വേവ്സാണ് വരുന്നത്. അപ്പോൾ ഡ്രൈനെസ് മാത്രമല്ല, വെറ്റ്നെസ് മാത്രമല്ല, ഇനി മറ്റൊരു വളരെ ഗുരുതരമായ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് 1000ഓളം വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മൺസൂണാണിത്. 10,000-കണക്കിന് വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന മൺസൂണാണ്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ഇതിൽ തന്നെ ഒരുപാട് ചേഞ്ച് വരുന്നു എന്ന് ഗവേഷകർ വന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇൻറ്റേർണൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ അത് ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രോപ്പിക്കൽ മൺസൂൺ വെറ്റ് ക്ലൈമറ്റ് സോണിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇവിടെ കിട്ടേണ്ട മഴ നമുക്ക് ഈ 210 സെൻറ്റിമീറ്റർ മഴ കൃത്യമായിട്ട് 122 ദിവസം കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പഠനങ്ങൾ വന്നു കഴിഞ്ഞു. അതിൽ നമ്മുടെ ഇൻറ്റേർണൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ കുറയും, നമുക്ക് ഇൻഫെക്ഷൻസ് വളരെ വ്യാപിക്കും, വെക്ടർ കൺട്രോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പം തന്നെ കൊതുകുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ നമ്മളുടെ ആരോഗ്യ മേഖല വളരെ വളരെ ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് നീങ്ങും. നമുക്ക് കിട്ടുന്ന കാശ് മുഴുവൻ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങും. ഇത് അതിൻ്റെ വേറൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം കാണുന്നത് മഴ മാത്രമല്ല, അതിൻ്റെ ഡ്രൗട്ടും ഈ എക്സ്ട്രീം ലൈറ്റ്നിങ്ങും ഈ ഹെൽത്ത്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്ന ഹെൽത്ത് ആയിരിക്കുമെന്ന് IPCCയിലെ റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ട്. കാര്യം അതിന് പറ്റിയൊരു റൈറ്റ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതിനുള്ള ഹീറ്റും അതിനുള്ള മോയ്സ്ചറും കറക്റ്റ് അനുകൂലമാണ്. അതുകൊണ്ട് വെക്ടർ കൺട്രോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇൻഫെക്ഷൻസ് കൂടി വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സമഗ്രമായ രീതിയിൽ ഈ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും നമ്മളെ ബാധിച്ചു തുടങ്ങി. അത് മൺസൂൺ സമയത്ത് മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ അടുത്ത് വരുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരുന്നു, അതിനുശേഷമുള്ള വിൻ്റർ റെയിൻഫോളുകൾ, സമ്മർ റെയിൻഫോളുകൾ വരുന്നു. ഇതെല്ലാം കാലം തെറ്റി വരികയും കാലം തെറ്റി പെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെ അഗ്രികൾച്ചർ ആക്ടിവിറ്റി, അതാണ് ഇനി ഏറ്റവും കൂടുതൽ ഇന്ത്യ നേരിടാൻ പോകുന്നത്. എക്കണോമിക് സ്ട്രെസ്സായിരിക്കും വരാൻ പോകുന്നത്. കാര്യം ഇന്ത്യ ഒരു അഗ്രികൾച്ചർ ലാൻഡാണ്. അവിടെ ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് ഫ്ലഡിങ്ങും ഡ്രൗട്ടും മാറി മാറി വരുമ്പോൾ അതുണ്ടാക്കുന്ന എക്കണോമിക് സ്ട്രെസ് എന്ന് പറയുന്നത് സിവിയർ ആയിരിക്കും. ഇത് പ്രഡിക്ഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു.
അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൽ നിന്നൊരു മോചനം അത്ര എളുപ്പമുള്ള കാര്യമല്ല. സമഗ്രമായ ഒരു മോചനം നമുക്കല്ല, കുറഞ്ഞ പക്ഷം ഇപ്പോഴെങ്കിലും നമ്മളുടെ കാർബണിൻ്റെ അളവ് ഒരു 400 ppm താഴെ പോയാൽ, ഇപ്പം 430 നിൽക്കുകയാണ്, 400 ppm താഴെ പോയാൽ മാത്രമേ നമുക്കൊരു ആശ്വാസത്തിനുള്ള വകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർനെസ് ഉണ്ടെങ്കിലും പ്രകൃതി തിരിച്ചടിച്ചിരിക്കും, യാതൊരു സംശയവും എനിക്കില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലൈഫ് സേവ് ചെയ്യുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശമേ ഇതിനകത്ത് ഇനിയുള്ളൂ. കാര്യം നാച്ചുറൽ ഹസാർഡ്സ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഹസാർഡിൽ ഒരു ലൈഫ് വരുമ്പോഴാണ് നമ്മളതിനെ ഡിസാസ്റ്ററായിട്ട് പറയുന്നത്. ആ ലൈഫിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമുക്കിനിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അവിടെയൊക്കെ മീറ്റിങ്ങിനുള്ളപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ അല്ല വരേണ്ടത്, അത് ഓരോ വ്യക്തികളിൽ നിന്നും വരണം. ഇപ്പോൾ കഴിഞ്ഞ കൂട്ടിക്കൽ ദുരന്തത്തിൻ്റെ സംഭവം വന്നപ്പോൾ ഞാനൊരു വീഡിയോ ബൈറ്റ് ഞാൻ കണ്ടിരുന്നു. അതിലൊരു സ്ത്രീ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ അവിടെ നോക്കിയപ്പോൾ നിരീക്ഷിച്ചപ്പോൾ മലയിൽ നിന്ന് ചെളിവെള്ളം ഇറങ്ങി വരുന്ന കണ്ടു. തൊട്ടപ്പുറത്ത് പറമ്പിൽ 3-4 ചെറുപ്പക്കാർ നിന്ന് കയ്യാല കെട്ടുന്നു. അവരോട് പറഞ്ഞു, മക്കളെ ഇപ്പം ചെയ്യണ്ട, നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അവരത് കേട്ടില്ല. അവരത് പറഞ്ഞ് തിരിഞ്ഞു നിന്നപ്പോഴത്തേക്കും ആ ആളുകളെയും കൊണ്ട് ആ വെള്ളം പോയി. ആ സ്ത്രീയുടെ നിരീക്ഷണ പാടവം ഇവിടുത്തെ ഒരു ഗവേഷകർക്ക് പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലുള്ള നിരീക്ഷണങ്ങൾ ഇനി സാധാരണ ആളുകളിലേക്ക് വരണം, അതിലേക്ക് എത്തിത്തുടങ്ങി നമ്മൾ. അപ്പം ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് KSTC ഒക്കെ ചെയ്യേണ്ടത്. അവരുടെ പീസ് അവറിൽ, അതായത് വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത സമയത്ത് ആളുകളെ ഇതുപോലെ ബോധവൽക്കരിക്കണം, എങ്ങോട്ട് മാറി നിൽക്കണം, എവിടെയാണ് ഉയർന്ന പ്രദേശങ്ങൾ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി കാലാവസ്ഥാ നിരീക്ഷകരേക്കാൾ റോള് ഹൈഡ്രോളജിസ്റ്റുകൾക്കാണ്. വെള്ളം എങ്ങനെ എതിലേക്ക് പോകും എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുക്കണം. ആ അവസ്ഥയിലേക്കാണ് കേരളം നീങ്ങുന്നത്. കാര്യം കേരളം ഒരു വെറ്റ്ലാൻഡാണ് ബേസിക്കലി, തമിഴ്നാട് പോലെയല്ല. നമുക്ക് തമിഴ്നാടിനൊരു മധ്യനിരയിലൊരു നിരപ്പായ പ്രദേശമുണ്ട്. കേരളത്തിന് അങ്ങനെയില്ല, ഒരു സ്ലാൻഡിങ് ലാൻഡാണ്. അതുകൊണ്ട് എന്തെങ്കിലും മലയിൽ സംഭവിക്കുന്ന സാധനം 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ കടലിൽ എത്തിയിരിക്കും. കടലത് സ്വീകരിക്കുകയും കൂടെ ചെയ്യുന്നില്ലെങ്കിലോ തീരപ്രദേശങ്ങളും ഇടനാടുകളും മുഴുവൻ വെള്ളം നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ നിന്നൊരു രക്ഷപ്പെടൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല കൃഷ്ണരാജ്. അത് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് പ്രകൃതി നൽകുന്നത്.